പിന്നെ ഇസ്രായേലിനെ എതിർത്തിട്ട് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പാനിഷ് ഗവൺമെൻറ് ചെയ്തമാതിരി ചെയ്യണം. അതാണ് ആണുങ്ങൾ എന്ന് പറഞ്ഞത്. വെറുതെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വന്നാൽ മാത്രം പോരാ. സ്പാനിഷ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഒരു പ്രൊഡക്റ്റ് പോലും അവർ ഇപ്പോൾ അവരുടെ നാട്ടിൽ ഇറക്കുന്നില്ല. ആ ചോര പുരണ്ട കൈകൾ ഞങ്ങളിൽ പാടില്ല എന്നാണ് അവർ പറയുന്നത്. സംഭവം ശരിയാണ്. നമ്മളിൽ പലരും മേടിക്കുന്ന കൊക്കക്കോള, ലൈസ്, നെസ്ലെ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതൊക്കെ കുന്നുകൂടിയിട്ട് ചെല്ലണത് ഈ ഇസ്രായേലിൻ്റെ ഖജനാവിലേക്കാണ്. ആ കാശും കൊണ്ടാണ് അവർ മാരകമായിട്ടുള്ള ആയുധങ്ങൾ മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫലസ്തീനൊക്കെ കടന്ന് ആക്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചോര പുരണ്ട കൈകൾ നമ്മളിലും ഉണ്ടാവില്ലേ? എന്നിട്ട് വാക്കാൽ പറയും ഞാൻ ഫലസ്തീന് സപ്പോർട്ടാണെന്ന്. എന്ത് കാര്യം? ഇതിന് സ്പാനിഷ് ഗവൺമെൻറ്റിന് ഒരു വലിയ സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. ആ രാജ്യം മൊത്തം ഇസ്രായേലിൻ്റെ പ്രൊഡക്ട്സ് മൊത്തം ബഹിഷ്കരിച്ചതിന്. ഇതാണ് തൻ്റെ അടുള്ള രാജ്യം.